ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് പുരാതന ലോകാത്ഭുതങ്ങളിലൊന്നായ ദ ഗ്രേറ്റ് പിരമിഡ് ഓഫ് ഗിസയുടെ വിശേഷങ്ങൾ കാണാം. ഈജിപ്തിൻ്റെ തലസ്ഥാനമായ കെയ്റോയിലെ ഗിസ പീഠഭൂമിയിലാണ് ഈ ലോകാത്ഭുതം സ്ഥിതി ചെയ്യുന്നത്. BC 2600 ഈജിപ്തിലെ രണ്ടാമത്തെ ഫെറോവയായിരുന്ന ഖുഫുവിൻ്റെ കാലഘട്ടത്തിലാണ് ഇത് നിർമ്മിക്കപ്പെട്ടതെന്ന് പറയപ്പെടുന്നു. പുരാതന ലോകാത്ഭുതങ്ങളിൽ ഇന്ന് നിലനിൽക്കുന്ന ഒരേ ഒരു നിർമ്മിതിയാണിത്. 100,000-ഓളം തൊഴിലാളികൾ ഏകദേശം 20 വർഷം കഠിനമായി അധ്വാനിച്ചാണ് 481 അടി ഉയരമുള്ള ഈ പിരമിഡ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനാവശ്യമായ കല്ലുകളും മറ്റും നൈൽ നദിയിലൂടെ കടത്തിക്കൊണ്ടുവന്ന് തലയിൽ ചുമന്നാണ് ഇവിടെ എത്തിച്ചിരുന്നത്. ഇതുകൂടാതെ 2 പിരമിഡുകളും ദ ഗ്രേറ്റ് സ്ഫിങ്സ് എന്നറിയപ്പെടുന്ന ഒരു പ്രതിമയും ഗിസയിലുണ്ട്. മനുഷ്യന്റെ തലയും സിംഹത്തിന്റെ ശരീരവുമുള്ള ഒരു പുരാതന കഥാപാത്രമാണ് സ്ഫിങ്സ്. ഈജിപ്തിൽ ആകെ 118ഓളം പിരമിഡുകളുണ്ട്. മമ്മികൾ എന്നറിയപ്പെടുന്ന ഫെറോവ ചക്രവർത്തിമാരുടെയും കുടുംബാംഗങ്ങളുടെയും മറ്റും ശവശരീരങ്ങളും അവർ ഉപയോഗിച്ചിരുന്ന ആഭരണങ്ങളും പാത്രങ്ങളും മറ്റും സൂക്ഷിച്ചിരുന്നത് ഇതിനകത്തായിരുന്നു. ഇന്നവ വിവിധ മ്യൂസിയങ്ങളിലേക്ക് മാറ്റിയിരിക്കുന്നു. പിരമിഡിനുള്ളിലെ ഇത്തരം ഇടുങ്ങിയ വഴികളിലൂടെ കയറി ചെന്നാൽ മമ്മികൾ സൂക്ഷിച്ചിരുന്ന ഇരുണ്ട ചേംബറുകൾ മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. ഫെറോവ ചക്രവർത്തിമാരുടെയും മറ്റു മമ്മികൾ ഈജിപ്തിലുള്ള ദ നാഷണൽ മ്യൂസിയം ഓഫ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ എന്ന മ്യൂസിയത്തിലാണ് ഇപ്പോഴുള്ളത്. മമ്മികൾ സൂക്ഷിച്ചിരിക്കുന്ന ഭാഗത്ത് ഫോട്ടോഗ്രാഫി അനുവദനീയമല്ല. ഫെറോവമാരുടെ കാലഘട്ടത്തിലുള്ള ശില്പങ്ങളും പണിയായുധങ്ങളും മറ്റു പാത്രങ്ങളും ഇവിടെ പ്രദർശനത്തിന് വെച്ചിരിക്കുന്നത് കാണാം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.